8-ാം അധ്യായത്തിലെ ദശമസ്കന്ധത്തില് കൃഷ്ണന്റെ നാമകരണം. അപ്പൊ കൃഷ്ണന് പേരിടുന്നത് ഗർഗമഹർഷിയാണ്. പറഞ്ഞു പണ്ട് ഈ കുട്ടി ആരായിരുന്നു? വസുദേവന്റെ മകനായതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞു ഈ കുട്ടിക്ക് നാരായണ സമനാണ് എന്നൊരു പേര്. പിന്നെ നിറം കറുപ്പായതുകൊണ്ട് കൃഷ്ണവർണ്ണമായതുകൊണ്ട് കൃഷ്ണൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? നമ്മൾ 2 അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. കൃഷ്ണൻ എന്നാൽ ആകർഷണം എന്നർത്ഥം. എന്തുകൊണ്ടാണ് മനസ്സ് ആകർഷിക്കുന്നത്? ഇത് നമ്മളാരും പഠിക്കുന്നില്ല. ഈ ആകർഷണം എന്നത് എവിടുന്നാ തുടങ്ങുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വിഷമമുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഒരു കൊച്ചു കുട്ടിക്ക് അമ്മയോട് ആകർഷണം ഉണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. ആ കുട്ടിയുടെ മനസ്സ് ഉണർന്നാലല്ലേ ആകർഷണമുള്ളൂ. ഉണ്ടോ? ഇല്ലേ? അങ്ങനെയല്ലേ മനസ്സുണർ. ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ മനസ്സ് ബോധ മനസ്സായതുകൊണ്ടല്ലേ? ആണോ അല്ലയോ? ആണ്. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ. ആ ആകർഷണം ശരിക്കും എവിടുന്നാണ് വരുന്നത്? അതിന്റെ ഉറവിടം ഏതായിരിക്കും? ബോധമാണ്. കാരണം എന്താ? ശ്രദ്ധിക്കുന്നതാണ്, എന്നാ മനസ്സിലാവും. ബോധമാണ് കാരണം. മനസ്സിന്റെ ആകർഷണം മനസ്സിന് വൈകാരികമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആകർഷണമാണ്. ഇഷ്ടാനിഷ്ടങ്ങളുടെ ആകർഷണമാണ് ഏതിനുള്ളത്? മനസ്സിന്. കുട്ടി വളർന്നു വരുമ്പോ കളിപ്പാട്ടത്തിലേക്ക് ആകർഷിക്കും. അത് കഴിഞ്ഞാൽ കോളേജിലെത്തിയ വല്ല പെമ്പിള്ളേരുടെ നേരെ ആകർഷിക്കും, അല്ലേ? അതോടുകൂടി അമ്മയോടുള്ള ആകർഷണത്തിന്റെ തീവ്രത പറയും. അപ്പോഴും ആകർഷണമുണ്ട്. എന്തുണ്ട്? ഈ ആകർഷണം മനസ്സിന്റെ ആയിരുന്നോ ബോധത്തിന്റെ ആണോ? ബോധത്തിന്റെ ആയതുകൊണ്ടാണ് കുട്ടിക്ക് ഒരു ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൽ നിന്നും മറ്റൊരു ഇഷ്ടത്തിലേക്ക് മാറാൻ പറ്റുന്നു. ആണോ? ഇനി കുറെ കഴിഞ്ഞ് മനസ്സിലാവുകയാണ്, ഈ പ്രേമിച്ചവരൊന്നും കൂടല്ലേ, അമ്മ എന്നെ കൂടുള്ളൂ. ഇപ്പൊ വീണ്ടും ആരിലേക്ക് വന്നു? കുറെ കഴിഞ്ഞപ്പോ അമ്മയും പോവാറായി. ഇനിയിപ്പോ ആരിലേക്ക് എടുക്കണം? ഇനിയിപ്പോ വേറെ ഒന്നും വഴിയില്ല. ആരോടെടുക്കണം? വേറൊരു കേസിലേക്ക് വന്നു. ഇനി ആരോടെടുക്കണം? ഭഗവാനോടെടുക്കണം. അപ്പൊ ഇനി കുറെ അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടു നടന്ന് ആരോടെടുത്തു? ഭഗവാനോട്. അങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയിട്ടുള്ള രീതിയിലൂടെ മനസ്സിന്റെ ആകർഷണം ലോകത്തിൽ നിന്നും നാമത്തിലേക്കും നാമത്തിൽ നിന്ന് തിരിച്ചു ബോധത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതിന് കാരണം ഈ ആകർഷണങ്ങളൊക്കെ എവിടെ ഉള്ളത് കൊണ്ടാണ്? നമ്മൾ ഉണ്ടാക്കിയ ആകർഷണമാണോ? ഇതെവിടെ ഉണ്ട്? ഓൾറെഡി ബോധത്തിലുണ്ട്. ആ ബോധത്തെ വിളിക്കുന്ന പേരാണ്, പൂർണ്ണബോധത്തെ വിളിക്കുന്ന പേരാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്നാൽ അനന്തമായ, സ്വതന്ത്രമായ, പൂർണ്ണമായ ആകർഷണമുള്ള ബോധം. അപ്പൊ മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണരുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് രാത്രി ഉറക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് നല്ലത് കേൾക്കാൻ നിങ്ങൾ വരുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് നല്ലത് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് കുറെ കഴിഞ്ഞാൽ ഇരുന്ന ജപത്തിലേക്കും ധ്യാനത്തിലേക്കുമൊക്കെ നിങ്ങൾ മുഴുകുന്നത്. ഇതൊക്കെ ഏത് കാരണം? ബോധം. അതുകൊണ്ട് കൃഷ്ണന്റെ പേര് പൂർണ്ണബോധം. എന്താണ്? അവർക്ക് പറയൂ. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത് എങ്ങനെയാണ് കൃഷ്ണനെ സ്തുതിക്കുന്നത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർപ്പാസ്യമാനം. അവസാനം പറയുന്ന എന്താണ്? യോഗീന്ദ്രാണം ത്വതംഗേഷു സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവശത്യുതരു കിസലയം.
നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ. എവിടെയാ കാണേണ്ടത്? ഈ ആകർഷണം എവിടെയാണ് ഇനി കാണേണ്ടത്? ഉള്ളിൽ കാണണം. അപ്പൊ ഉള്ളിൽ ഇത് ആകർഷിക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ടല്ലേ? ആണോ? ഈ ആകർഷണത്തിന്റെ പേരാണ് കൃഷ്ണൻ. ഏതായാലും കൃഷ്ണൻ അങ്ങനെ വളർന്നു വരുന്നു. കൃഷ്ണൻ വളർന്നു വന്ന് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഒരു ദിവസം ഇപ്പൊ കൃഷ്ണൻ ഇത്തിരി കുരുത്തക്കേടും പോക്കിരിത്തരൊക്കെ തുടങ്ങി. ഓരോ വീടുകളിൽ പോവുക, എണ്ണ കക്കുക. സ്വയം തൊഴിൽ ആദ്യം കണ്ടെത്തിയ അവതാരമാണ് ആര്? കൃഷ്ണൻ. വെണ്ണ കക്കുക, പാല് കക്കുക. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ കുടം അടിച്ചു പൊട്ടിക്കുക. ഇനി പശുവിന്റെ അകട്ടത് നേരിട്ട് കുടിക്കുക. ആ ഗോപികമാരുടെയൊക്കെ വീടുകളിൽ പോയി ഒരു സ്വൈരൂല്ല അവർക്ക്. അവരെപ്പോഴും ഈ കൃഷ്ണനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണൻ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഉറി കണ്ടുപിടിക്കേണ്ടി വന്നത്. അതുവരെയൊക്കെ താഴെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കലമൊക്കെ എവിടെ തൂക്കിയിടേണ്ടി വന്നു? കാരണം ഇത് കൃഷ്ണൻ കക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണൻ കാരണം അവര് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അത് ഫ്രിഡ്ജില്ലല്ലോ, ഇനി ഫ്രിഡ്ജിന്റെ കൃഷ്ണൻ അതും എടുക്കുകയില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ കട്ടും ഒക്കെ കളിച്ചും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം എന്തോ കൂടെയുള്ളവർക്ക് ഷെയർ കിട്ടിയിട്ടില്ല എന്നോ. ഈ ഷെയർ കിട്ടിയിട്ടില്ലെങ്കിലല്ലേ ഇതൊക്കെ പൊട്ടിക്കുക. അങ്ങനെയാണല്ലോ സ്വർണ്ണക്കടത്തൊക്കെ പിടിക്കുന്നത്. അല്ലാതെ ഈ കസ്റ്റംസുകാരുടെ കഴിവുകൊണ്ടാണോ? കിട്ടേണ്ടവർക്ക് ഷെയർ കിട്ടിയില്ലെങ്കിൽ അവരെ ഒറ്റിക്കൊടുത്തു കളയും. അങ്ങനെയാണ് പല കേസുകളും. ഇതുപോലെ എന്തോ ഇവിടെ ഷെയർ കൊടുത്തില്ലേ ഓണോ, ഇവരെല്ലാവരും കൂടി ചെന്ന് യശോദാ മാതാവിനോട് പറഞ്ഞു, കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന്. ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് കലി വന്നു. എടാ നീ മണ്ണ് തിന്നോ എന്ന് ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മണ്ണാരും കഴിക്കൂ, മണ്ണ് കളിക്കാനുള്ളതല്ലേ, മണ്ണ് കഴിക്കാനുള്ളതാണ്. നിന്റെ ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട, നീ മര്യാദയ്ക്ക് വായ തുറക്കടാ, നിന്റെ വായയിൽ മണ്ണുണ്ടോന്നോ. കൃഷ്ണൻ പറഞ്ഞു, ഇവരൊക്കെ നുണ പറയാണ്, എന്റെ വായിൽ മണ്ണൊന്നുമില്ല, എനിക്ക് നിന്റെ യാതൊരു വർത്തമാനം കേൾക്കണ്ട. ഗോപന്മാര് പറയണോ, ബലരാമൻ പറയണോ? ബലരാമൻ നുണ പറയില്ല എന്നാണ് യശോദയുടെ ഉറപ്പ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ അത് ചെയ്തിട്ടുണ്ട്, നീ വായ തുറക്കണം. അപ്പൊ കൃഷ്ണൻ ഒന്ന് കണ്ണടച്ചു. അമ്മയ്ക്ക് വായുള്ള മണ്ണ് കാണണമല്ലേ, എന്നാ അങ്ങോട്ട് മണ്ണ് കാണിച്ചു കൊടുക്കാം എന്നങ്ങോട്ട് തീരുമാനിച്ചതും പിന്നെ എന്താ ഉണ്ടായത്? എന്താ അമ്മ കാണുന്നത് എന്നറിയോ? ആ അധ്യായം ഒന്ന് വായിക്കാം, അല്ല ഭാഗം ഒന്ന് വായിക്കാം. ഇത് 8-ാം അധ്യായമാണേ. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നൊരു ഭാഗമാണ് കൃഷ്ണൻ മണ്ണ് കഴിച്ചു എന്നുള്ള ആ ഭാഗം. 35-ാം ശ്ലോകം മുതൽ 35-ാം ശ്ലോകം. നാഹം ഭക്ഷിതവാനംബാം സർവേ മിഥ്യാഭിശാസ്യംസിനാം യദി സത്യഗിരത്തർഹി സമക്ഷം പശ്യമേ മുഖം യത്യേവം തർഹി വ്യാദേഹിത്യുക്തസ്സ ഭഗവാൻ ഹരി വ്യാദത്യാ വ്യാഹൃതൈശ്വര്യ ക്രീഡാമനുജമാലകാം സാ തത്ര ദദശേ വിശ്വം ജഗൽസ്ഥാൻ സുജഗം ദിശ സാദ്രിദീപാപ്തി ഭൂഗോളം സാവായഗ്നിന്ദ്രുതാരകം ജ്യോതിശക്രം ജലം തേജോ നഭസ്വൻവിയദേവച വൈകാരികാണിന്ദ്രിയാണി മനോഗുണാത്രയ മാത്രാഗുണത്രയ ഏതൽ വിചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗഭേദം സോനോസ്തനോ വീക്ഷ്യ വിതാരിതാസി വ്രജം സഹാത്മാനമവാപശങ്കം കിം സ്വപ്നയേതതുപദേവമായ കിം പാമതീയോപദ ബുദ്ധിമോഹാം അതോ അമുഷീവ മമാർഗവസ്യ യക്കശ്ചനോപത്തികാത്മയോഗ അതോ യഥാവന്ന വിതർക്കഗോചരം ചേതോ മനഃകർമ്മവജോഭിരഞ്ജസ യദാശ്രയം യേന യത പ്രദീയതേ സുദുർവിഭാവ്യം പ്രണതാസ്മി തത്പഥം തുടങ്ങിയുള്ള വരികൾ മനോഹരമായ വരികളാണ്. എന്താ പറയുന്നത്? ആ അമ്മ കണ്ട് സാ തത്ര ദിശേ വിശ്വം. എന്താ കണ്ടത്? ജഗൽസ്ഥാൻ സുജഖം ദിശ. എന്തൊക്കെയാ കാണുന്നത്? സാ അദ്രിദീപ ഭൂഗോളം. എന്താ കണ്ടത്? ഞാൻ ഇന്നലെയും പറഞ്ഞു നിങ്ങളോട്. ഏത് വാക്ക്? ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആർക്കറിയാമായിരുന്നു?
അല്ലെങ്കിൽ ഭൂഗോളം എന്നുള്ളൊരു വാക്ക് പറയോ? ഭൂഗോളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കൂടെ വരുന്നില്ലേ നിങ്ങൾ? നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താ അറിയോ? ഗലീലിയോ മറ്റേ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് അത്ര ഇത് ഭൂ ഊരേണ്ടതാണെന്ന് മനസ്സിലായത്. എന്നാ അങ്ങോര് ഈ പുട്ടുകുറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഋഷിവര്യന്മാര് ധ്യാനത്തിലൂടെ കണ്ടെത്തിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇതൊക്കെ? ഭൂഗോള വർണ്ണന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കൃഷ്ണന്റെ വായിൽ ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ ആര് കണ്ടു? അമ്മ കണ്ടു. കഥ പറയുമ്പോ പറയും ആ ഭൂമിയിലൊരു ഗോകുലം, ആ ഗോകുലത്തിലൊരു കൃഷ്ണൻ, ആ കൃഷ്ണന്റെ മുന്നിൽ ഒരമ്മ, വീണ്ടും അമ്മ കാണുന്നത് ആ കൃഷ്ണനും വായ പൊളിച്ചിട്ട് ഈ ബാർബർ ഷോപ്പിലെ കണ്ണാടി പോലെയാണ്. അവര് മുന്നിലും പിന്നിലും കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് തലയുള്ളത് പോലെ തോന്നും. ചില ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ, രണ്ടു ഭാഗത്തും മിറർ വെച്ച് കഴിഞ്ഞാല് അങ്ങ് ഹരിദ്വാറിലൊരു ക്ഷേത്രമുണ്ട്. ഏത് ഭാഗത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അറ്റമില്ലാത്ത രീതിയിൽ കാണും. കാരണം അപ്പുറത്തി റിഫ്ലക്ഷൻ കൊണ്ട് ഇല്ലേ? ഇതുപോലെ അമ്മയ്ക്ക് ആ വായിൽ അങ്ങനെ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ കാണാൻ സാധിച്ചു. ചോദിക്കുകയാണ്, കിം സ്വപ്നയേതതുമദേവമായാം കിം വാമതീയോപദ ബുദ്ധിമോഹാം അതോ അമുഷൈവ മമാർക്കപസ്യ യക്കശനോപത്തികാത്മയോഗാം. എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തോ ഒരു ഭ്രമം വന്നതാണോ? ഈ ഒരു കഥയുണ്ടല്ലോ, മോസ്റ്റ് മോഡേൺ സയൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്താണ്. കൃഷ്ണൻ എന്നാൽ അർത്ഥം പൂർണ്ണബോധം. എന്താണ്? ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോകം എന്നാൽ, ശ്രദ്ധിക്കണേ, ഇന്ന് ശാസ്ത്രം ഇത് മനസ്സിലാക്കിയിരിക്കണം. ലോകം എവിടെയാണ്? വേർ ദിസ് വേൾഡ് എക്സിസ്റ്റ്. ഈ പ്രപഞ്ചം എവിടെയാണ്? ഈ യൂണിവേഴ്സ് എവിടെയാണ്? നേരത്തെ കരുതിയത് സ്പേസിലാണെന്നാണ്. ഇപ്പൊ ഭൂമിയൊക്കെ സ്പേസിൽ നിൽക്കുന്നു എന്നാണ്. ഇപ്പം അവര് മാറ്റി പറയാൻ തുടങ്ങി. കാരണം ശ്രദ്ധിക്കണം നിങ്ങൾ, ഐൻസ്റ്റീനിയൻ തിയറി അനുസരിച്ച് സ്പേസ്, ടൈം ആൻഡ് മാറ്റർ, ഇതാണ് പ്രപഞ്ചം. ഈ 3 ഡയമെൻഷണൽ പിക്ചറാണ് ഐൻസ്റ്റീൻ ഒക്കെ പഠിപ്പിക്കുന്നത്. സ്പേസ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാറ്റർ, ടൈം, കാലം. ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, കാലചക്രത്തിൽ കറങ്ങുകയാണത്. ഏത് ചക്രത്തിൽ? കാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണം നിങ്ങളെ, ഒരു കൃത്യമായ അളവിലാണ് സഞ്ചരിക്കുക. എന്താ ഞാൻ പറഞ്ഞത്? തോന്നിയ അളവിലല്ല എന്നർത്ഥം. ഇതിന്റെ അളവിനൊരു കൃത്യതയുണ്ട്. ഉണ്ടോ? നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചു നോക്കൂ. ഈ അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഒരമ്മ ഗർഭിണിയാവുമ്പോ ഈ ലോകത്തുള്ള സ്ത്രീകളൊക്കെ കുട്ടിയുടെ വളർച്ച, അമ്മയുടെ വയറ്റിൽ കുട്ടി വളരുന്നു, അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ? വയറ്റിൽ എന്താ സംഭവിക്കുന്നത് അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ? അതൊക്കെ പറയൂ. എന്നാൽ ഓരോ ആഴ്ചയും ഇത്രയാണ് വളരേണ്ടത്, ഒരു കണക്കുണ്ടോ? ഇല്ല. ഒരു തോന്നിയ പോലെ കണ്ട് വളരുകയാണോ? ചെറിയ വേരിയേഷൻസ് ഒക്കെ വെയിറ്റിൽ ഉണ്ടാവുന്നല്ലാതെ, എന്നാലും ഒരു ജനറൽ ഇല്ലേ? ഉണ്ടോ? ഒരു 3-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴല്ലേ ആണും പെണ്ണും ആണൊക്കെ അറിയുള്ളൂ. ഒരു 3.5 മാസമൊക്കെ ആകുമ്പോഴേക്കും അംബ്ലിക്കൽ കോഡ് കണക്ട് ചെയ്യുള്ളൂ. ആണോ? ഇതൊരു യൂണിവേഴ്സൽ നിയമമാണോ? അത് ഓരോ സ്ത്രീക്കും വ്യത്യസ്ത നിയമം ഉണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇല്ല. അപ്പൊ ഒരു അളവ് കൃത്യതയോടെ അളന്നു പോകുന്ന, ചലിക്കുന്നത് കൊണ്ടല്ലേ? ആണോ? ഒന്നുകൂടി പറയാം. ഇനി ആ കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പുറത്തേക്ക് വന്നു. ഇനി അതിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഈ അംബ്ലിക്കൽ കോഡ് കണക്ട് ചെയ്യുന്നൊക്കെ എടുപ്പോട്ടെ. അമ്മയുടെ ശരീരത്തിൽ രക്തം തന്നെയാണ് പാലാവുന്നത്. എന്താണ് കുട്ടി കുടിക്കുന്ന സാധനം? അമ്മയുടെ രക്തം തന്നെയാണ്. പക്ഷെ അത് പാലായി മാറും. അതിലും അളവിലൊരു
അതിലും ഒരു അളവിലൊരു നിയന്ത്രണമുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? രക്തം പാലായി മാറുന്നതിൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്തം കണക്കിലധികം അങ്ങോട്ട് പാലായി പോയാൽ അമ്മ പെയിലായി, അമ്മയുടെ ബ്ലഡ് കുറഞ്ഞ് ആള് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ കാലം എത്രമാത്രം ഒരു കൃത്യതയിലാണ് കാര്യം കൊണ്ട് നടക്കുന്നത്. കാലം എന്നത് ശ്രദ്ധിക്കണം, ചലനമാണ്. കാലം, ചലനത്തിന് 2 രൂപമുണ്ട്, വികാസവും സങ്കോചം. ഇനി ശ്രദ്ധിക്കുക, കാലം ഇരിക്കുന്നത് ബോധത്തിലാണ്. കാരണം ബോധത്തിന് മാത്രമേ നിയന്ത്രിക്കാനും നിർദ്ദേശിക്കാനും കഴിവുള്ളൂ. എന്താണ് ഇത്? പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിയന്ത്രിക്കുവാനും, ആ വാക്ക് നിങ്ങൾ വന്നില്ല. നിയന്ത്രിക്കുവാനും ഒരു ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മയുടെ വയറ്റിൽ കുട്ടി വളരുന്നു. ഈ കുട്ടിക്ക് ഇനി ഫർദർ വളരണമെങ്കിൽ അമ്മ കഴിക്കുന്ന ആഹാരം കുട്ടിയിലേക്ക് എത്തണം, വേണ്ടേ? അമ്മയുടെ വയറ്റിൽ നിന്ന് കഴിച്ച ആഹാരത്തിന്റെ സൂക്ഷ്മമായ ഭാഗം കുട്ടിയുടെ വയറിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതിലൊരു നിർദ്ദേശം കൃത്യമായില്ലെങ്കിൽ, ഇത് തെറ്റായി കണക്ട് ചെയ്യപ്പെട്ടു പോയാൽ ആകെ പണി പാളിപ്പോയി. ആണോ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു നിയന്ത്രണവും നിർദ്ദേശവും കാലത്തിനുള്ളത് കൊണ്ടാണ് കൃത്യതയോടെയെല്ലാം വളർന്ന് വികസിച്ച് ചുരുക്കുന്നത്. കൂടെ വന്നില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ കൈകാലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരാളും പറയാതെ അതിന്റെ അളവ് കൃത്യമാണ്. 2 കൈയുടെയും നീളം കൃത്യതയിലാണോ? ഇന്ന് വരെ ആരുടെങ്കിലും അങ്ങനെ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചെറിയ എന്തെങ്കിലും ഡിഫോമിറ്റി ഉള്ളതാണ്. എന്നാലും ജനറലി നമ്മളിപ്പോ ഒരു തുണി തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈയിന്റെ ഒക്കെ നിങ്ങൾ ബ്ലൗസ് തയ്ക്കണം, അല്ലെങ്കിൽ ആണുങ്ങൾ ഷർട്ട് തയ്ക്കണം, അളവെടുക്കണോ? വേണ്ട. അളവെടുക്കാതെ അടിച്ചു വന്നാലോ? അളവെടുക്കാതെ തയ്ച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? നാട്ടുകാരെ മുന്നിലിടാൻ പറ്റില്ല. ചിലപ്പോ ഒരു കൈയുടെ നീളം കൂടുതലായിരിക്കും, ഒരു കൈയുടെ നീളം കുറവായിരിക്കും. അപ്പൊ ഒരളവ് വേണ്ടേ? വേണോ? ഒരളവ് അളന്നെടുക്കുമ്പോൾ അതിൽ ഇത്രയേ പാടുള്ളൂ എന്നതൊക്കെ ബുദ്ധിയിൽ മനസ്സിലാക്കണം, വേണ്ടേ? ഇനി ആലോചിച്ച് നോക്കൂ, കാലം ഈ ശരീരത്തെ വളർത്തുമ്പോൾ ഈ കൈയുടെ ലെഫ്റ്റും റൈറ്റും അതിന്റെ നീളം എങ്ങനെ കൃത്യതയിലാവുന്നത്? ഈ കാലിന്റെ നീളം കൃത്യതയിലല്ലേ വരുന്നത്? എന്നാ ഒന്നും മിണ്ടാത്ത നിങ്ങള്. അപ്പൊ ഇതിനൊരു നിർദ്ദേശവുമുണ്ട്, നിയന്ത്രണം. കാലം സ്വതന്ത്രമല്ല എന്നിന്ന് ശാസ്ത്രം പറയുന്നു. The time is not independent. The time is controlled by infinite intelligence. ഇപ്പൊ സയൻസ് അതിലേക്ക് എത്തിക്കഴിഞ്ഞു. The time is under the control of infinite intelligence. കാരണം കാലത്തിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കൂടെ വന്നില്ല. കൂടെ വന്നില്ല. മനസ്സിലായോ ആർക്കെങ്കിലും? അപ്പൊ ഇൻഫിനിറ്റ് ഇന്റലിജൻസിനെ കൃഷ്ണൻ എന്ന് വിളിച്ചോളൂ. ലോകം, കാലവും അതങ്ങനെ ചലിക്കുന്നു, ചുരുങ്ങുന്നു. എവിടെ? കൃഷ്ണന്റെ വായിൽ. കൃഷ്ണനാകുന്ന ഒരു ഇൻഫിനിറ്റ് ഇന്റലിജൻസിൽ വളർന്ന് വികസിച്ച് സങ്കോചിക്കുന്ന പ്രപഞ്ചത്തെയാണ് കൃഷ്ണൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്തത്തെ കഥയിലൂടെ വ്യാസൻ ആവിഷ്കരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിതൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഭാഗവതത്തോട് അത്ര ഒരു ഇഷ്ടം. ബിക്കോസ് ഇറ്റ് ഇസ് സോ കൺവിൻസിങ്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസ് എത്തി നിൽക്കുന്നത് നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് മാത്രം, ഇതിനൊന്ന് വ്യാഖ്യാനിക്കണമെന്ന് മാത്രം. അന്ന് കൃഷ്ണൻ കാണിച്ചതാണ് ഇന്ന് സയൻസ് ശരിയാണെന്ന്. പറയൂ. കൃഷ്ണൻ പറയുന്നു ഗീതയില്, കാലോസ്മി ലോകക്ഷയകൃത്, ദ ടൈം ഈസ് ഇൻ മീ എന്നാണ്.
ഇന്നലെ നമ്മൾ കണ്ടു 11-ാം അധ്യായം. ഗീത എടുത്ത് നോക്കൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്. കാലോസ്മി ലോക ക്ഷയകൃത് പ്രബുദ്ധോ. ഇത് 11-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 23-24 ശ്ലോകമാണ് ഗീത. അപ്പൊ ഗീത പറയുന്നു, ഭഗവാൻ പറയുന്നു കാലം എന്നിലാണ്. നിൽക്കട്ടെ, ആ ശ്ലോകത്തിലേക്ക് പോണ്ട, സമയം പോണ്ട. മറ്റൊരു ശ്ലോകം എടുക്കാം. ഇത് നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം. ഭഗവാൻ പറയുന്നു എല്ലാം എന്നിൽ ചേർത്ത് കോർത്തു വെച്ചിരിക്കുന്നു. 8-ാം അധ്യായം 7-ാം ശ്ലോകം. ഇത് ഇന്ന് പഠിച്ചു വെക്കേണ്ട ശ്ലോകമാണ്. മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി പ്രോധമിതം സർവം സൂത്രേ മണികണായിവ. ഗീതയിൽ 8-ാം അധ്യായം 7-ാം ശ്ലോകം. 7-ാം അധ്യായം നേരെ തിരിച്ചിട്ടാണ്, അങ്ങോട്ട് മാറിപ്പോയി, അധ്യായം മാറിപ്പോയി. 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിൽ പറയുന്നു, നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ടാ പറയുന്നത്. നേരത്തെ പറഞ്ഞത് സർവേഷു കാലേഷു എന്നുള്ള 8-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകമാണ്. ഇപ്പൊ പറയുന്നത് 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിൽ പറയുന്നു മത്തപരതരം നന്. പ്രധാനപ്പെട്ട ശ്ലോകമാണ്, ഇത് മറക്കരുത്. മത്ത എന്ന് പറഞ്ഞാൽ എന്നിലാണ്, പരതരം ന അന്യത്, എന്നിൽ നിന്ന് വേറൊരു ബോധമില്ല, എല്ലാം എന്നിൽ കോർത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. ഏതുപോലെ നൂലിൽ എപ്രകാരമാണോ മണികൾ ചേർന്ന് കിടക്കുന്നത്. ഓരോ മണികളും സ്വതന്ത്രമല്ല, കാരണം അതെല്ലാം നിൽക്കുന്നത് മണികൾ സ്വതന്ത്രമല്ല. എവിടെയാണ് നിൽക്കുന്നത്? നൂലിലാണ്. ഇതുപോലെ ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല, കാരണം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കാലത്തെ നിയന്ത്രിക്കുന്നത് ബോധത്തിന് മാത്രമേ നിർദ്ദേശിക്കാനും നിയന്ത്രിക്കാനുമുള്ളൊരു കാലം ജസ്റ്റ് അതിനനുസരിച്ച് ചലിച്ചു പോവുകയാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ ഇതൊന്നും വെറും കഥകളല്ലാന്ന്? കാലഘട്ടത്തിന്റെ വലിയ സത്യങ്ങളെ അന്ന് കഥകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? നിങ്ങളും ഞാനും ഇതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ലോകം മുഴുവൻ ഏതിലേക്ക് വരും? ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരും. ഏതിലേക്ക് വരും? ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരും. ലോകം ഭാഗവതത്തിലേക്ക് വരണമെങ്കിൽ ഈ രീതിയിലുള്ള ആധുനിക കാഴ്ചപ്പാടിലൂടെ ഭാഗവതത്തെ നമ്മള് ഇന്ന് എവിടെ സയൻസ് നിൽക്കുന്നോ അതിനെ നമുക്ക് ഭാഗവതത്തിലൂടെ കാണാനും വ്യാഖ്യാനിക്കാനും സാധിക്കുമ്പോഴാണ് ഭാഗവതത്തിന്റെ ശരിയായ മഹത്വം ലോകം മനസ്സിലാവുന്നത്. ആണോ അല്ലയോ? പഴയ കഥ പറഞ്ഞിരുന്നോണ്ട് എന്താ കാര്യമുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം. അപ്പോഴാണ് കാലാനുസൃതമായ ഒരു മാറ്റമുണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബോധം മറന്ന് ജീവിക്കരുത്. കാരണം ബോധത്തിലാണ് കാലത്തിലാണ് ലോകം. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ബോധം മറന്നങ്ങോട്ട് കാലത്തിൽ അങ്ങോട്ട് ലോകത്തിൽ മുഴുകുമ്പോൾ കാലചക്രത്തിൽ കടന്ന് ദുരിതം അനുഭവിക്കുകയാണ്. അതിന് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലം ലോകത്തെ അമ്മാനമാടിക്കും. കാലത്തിന്റെ സ്വഭാവം എല്ലാം വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുക. അപ്പൊ നിങ്ങളിരുന്ന് കരയണം. ഞാൻ അല്പസമയം ജപിച്ചും ഭജിച്ചും എതിലേക്ക് ഉയരണം. ബോധം വരുത്തുവതിന് ആളായി നിന്നവര ആചാര്യരൂപഹരി. വെറുതെ പാടിയോടെ എന്ത് ബോധം വരാൻ പോണു? അത് നമുക്കാണെങ്കിൽ ഉള്ള ബോധം കൂടി ഇല്ല പലതിലും. മനസ്സിലായില്ലേ? പണ്ട് പെരുമ്പാവൂരിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറെ കാലം വിദേശത്തായിരുന്നു. അപ്പൊ വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പം ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ തേങ്ങ പറിക്കാനും മാങ്ങ പറിക്കാനും ചക്ക പറിക്കാനും ആളുണ്ടോ? എല്ലാം പഴുത്തിങ്ങനെ കാണും. ദൈവമേ, ചക്കയാണെങ്കിലോ അത് വല്ല മറ്റേ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ വല്ലവന്റെയും മണ്ടയിൽ വീണാൽ ചക്കയെക്കാളും വലിയ ചെലവായിരിക്കും. ഈ അങ്കിൾ ഒരു ദിവസം മാവിലേക്ക് നോക്കുമ്പോൾ നിറയെ മാങ്ങ. ഇതേ ഒരു ബർമൂഡ ട്രൗസറൊക്കെ എടുത്തിട്ട് ഇതേ നേരെ മാവിലേക്ക് കയറാൻ തുടങ്ങി. ഭാര്യ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ പഴയ കേശവനല്ല,
ഇപ്പം നിങ്ങൾക്ക് നല്ല പ്രായമായി, 70-75 വയസ്സായി. വലിഞ്ഞു കയറിയ ഞാൻ ഒരുത്തി അനുഭവിക്കണ്ടാവുള്ളൂ. പറഞ്ഞു, നിനക്കറിയോ, നീ വല്ലതും മനസ്സിലായി, ഈ മാവിന് എന്നെ അത്ര ഇഷ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഈ മാവിൽ എത്ര തവണ കയറിയിട്ടുണ്ട്, ഞാൻ ഇതിൽ എത്ര ഊഞ്ഞാലാടിയിട്ടുണ്ട്. ഈ മാവിനോട് അത്ര എനിക്ക് പ്രിയാണ്. ഇതെങ്ങനെ കയറണം നീ എന്നെ പഠിപ്പിക്കണ്ട. കാരണം കുട്ടിക്കാലം മുതലേ ഞാനിതിൽ ഒരു ഏണിയെടുത്ത് രാജാൻ കയറി കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ആവേശം വന്നു, ദേ അപ്പുറത്തത് കുറച്ചുകൂടി പഴുത്തിട്ടുണ്ട് എന്ന്, ഇപ്പുറത്തത് കുറച്ചുകൂടി പഴുപ്പ് കുറവുണ്ട്. ഈ മനുഷ്യനത് പറഞ്ഞ് കയറിപ്പോയി, കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് കയറിപ്പോയി. പിന്നെ ഭാര്യ പറഞ്ഞു, ദേ അപ്പുറത്തത് നല്ല പഴുത്തിട്ട് ദേ അത് കിട്ടുമോ നോക്കുന്നു. പിന്നെ കേട്ടത് എന്താ വെച്ചാൽ ഒരു വീഴ്ചയാണ്. ഉണക്കക്കമ്പ ചവിട്ടിയതേ. ഭാര്യ ചാക്കിലേക്ക് നോക്കുമ്പോണ്ട് വലിയ മാങ്ങയെ വീണിരിക്കുന്നത്. ചില്ലറ മാങ്ങയല്ല, 10 ഒറ്റ വീഴ്ച. കുഴപ്പമൊന്നുമില്ല, 2-3 അല്ലേ പൊട്ടിയിട്ടുള്ളൂ. എല്ലാവരും കൂടി തൂക്കി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞു, കാര്യമായിട്ടുള്ള ഫ്രാക്ചറുകളൊക്കെ ഉണ്ട്, അനസ്തീഷ്യ തന്ന് ബോധം കെടുത്തണം. ഇത് കേട്ടപ്പോ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ബോധം മാത്രം കെടുത്തണ്ടെന്ന്. അതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ബോധം കെടുത്തണ്ടെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അല്പം ഒരു ബോധം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കയറുമോ? ആ ബോധം ഇല്ലാത്തോണ്ടല്ലേ കയറിയത്. ഇനി നിങ്ങൾ എന്റെ ബോധം കെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ബോധം എന്തിനാണ്? ഇതുപോലെയാണ് ബോധം മറന്ന് ബോധം കെട്ട് ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബോധം വരുത്തൽ അത്ര ഉറക്കെ പറയൂ, എളുപ്പമല്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ബോധമുള്ളവരായിത്തീരുക. എന്താണ് ഭാരതീയ ഋഷിവര്യന്മാരതാ പറയുന്നത്, സാന്ദ്രാനന്ദാവ. ഡെയിലി ജപിക്കുന്നത് എന്തിനാണ്? പതുക്കെ നമ്മളെ ബോധത്തിലേക്ക് ഉയർത്താനാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഇതാണ് കൃഷ്ണൻ തന്റെ വായിൽ ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഈ പ്രപഞ്ചം ശ്രദ്ധിക്കണം, പ്രപഞ്ചം ബോധത്തിലാണ്, ബോധം പ്രപഞ്ചത്തിലല്ല. 9-ാം അധ്യായം 4-ാം ശ്ലോകം ഗീതയിൽ പറയും, തേ മയി അഹം നതേഷു. അതെല്ലാം എന്നിലാണ്, ഞാൻ അതിലല്ല. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ സിനിമ കാണാറില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ലേ? TV-യിൽ ചിലപ്പോൾ സിനിമ കാണാറില്ലേ? കാണാറുണ്ടോ ഇല്ലയോ? അങ്ങനെ കാണുന്ന സമയത്ത് ആ സിനിമ മുഴുവൻ സ്ക്രീനിലാണെന്ന് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നത് കഴിഞ്ഞ് അവിടെ കരച്ചിലും വീഴ്ചലും കുടുംബ പ്രശ്നമാകുമ്പം മൂക്ക് വലിക്കണോ കരയണോ, ഇതൊരു സിനിമയാണെന്ന് വല്ല ബോധം ഉണ്ടാവോ? ഇല്ല. ആ കഥയിലേക്ക് അങ്ങോട്ട് കഥയില്ലാത്ത നമ്മൾ മുഴുകിപ്പോയി. പിന്നെ ഇന്റർവെല്ല് വരുമ്പോ കണ്ണു തുടക്കി പോകും, ഇവരൊക്കെ കാണുന്നുണ്ടില്ലേ എന്ന്. അപ്പൊ ഇതൊരു സിനിമയായിരുന്നു എന്ന് അറിയുമ്പോഴേക്കും നമ്മളെ കരഞ്ഞതൊക്കെ വെറുതെ കരഞ്ഞതാണ് എന്ന് മനസ്സിലാവും, അല്ലേ? ഇതൊക്കെ ഒരു സ്ക്രീനിലാണ് സംഭവിക്കുന്നതെന്ന് സിനിമ നടക്കുമ്പോൾ തോന്നോ? എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതൊരു സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ അങ്ങോട്ട് പറയൂ, കരയോ? ഇല്ല. അവരങ്ങനെ അങ്ങോട്ട് ആ സിനിമയിൽ പോയാൽ പോലും അവർക്ക് മനസ്സിലാവും ഇതൊരു സിനിമയാണെന്ന്. ഇതുപോലെ ജീവിതം മുഴുവൻ ബോധമാകുന്ന സ്ക്രീനിൽ നടക്കുന്നതാണെന്ന് ഒരു ദിവസം തെളിഞ്ഞു കിട്ടും നമുക്ക്. എന്ന് കിട്ടും? ജപിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു കാലം വരുമ്പോൾ അന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് ദുരിതവുമില്ല, ദുഃഖവുമില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ബോധം മറന്ന് ലോകത്തിൽ മുഴുകിപ്പോണം. ബോധം മറന്ന് ലോകത്തിൽ മുഴുകും. ഇനി എന്ത് വേണം? ലോകത്തിൽ നിന്നും ബോധത്തിലേക്ക് യാത്ര ചെയ്യണം.
ബോധത്തിൽ നിന്ന് ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ജനന മരണം. ലോകത്തിൽ നിന്നും ബോധത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ കിട്ടുന്ന എന്തൊരു സാധനമല്ല. നമുക്ക് മലയാളികൾക്ക് പൊതുവെ മോക്ഷം എന്ന് പറയുന്നത് ശബരിമല സീസണിൽ കിട്ടുന്ന. എപ്പോ? കാരണം അപ്പോഴാണല്ലോ നമ്മളൊക്കെ മോക്ഷത്തെ കുറിച്ച് പറയുക, അല്ലേ? ആണോ? ശബരിമല സീസണിലല്ലേ മോക്ഷം? ആണോ അല്ലയോ? അയ്യപ്പസ്വാമിയുടെ ആ മന്ത്രങ്ങളിൽപ്പെട്ടതല്ലേ മോക്ഷം പൊതുവെ? ആണോ അല്ലയോ? കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ. ഓ, എപ്പം കിട്ടും, എപ്പം കിട്ടുന്നതാണ്. ഇത് എടുത്തു വെച്ച പോലെയാണ്. ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടില്ലേ? ഇതുപോലെ എടുത്തു വെച്ച പോലെയാണ്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഇതാര് കൊടുക്കുന്ന ആളാ സാധനം? സ്വാമിയെ കണ്ട മോക്ഷം കിട്ടുന്നതാണ് പൊതുവെ എന്താ അർത്ഥം എടുക്കുക? അയ്യപ്പ സ്വാമി കൊടുക്കുന്ന ഒരു സാധനമായിട്ടല്ലേ കാണുക? ആണോ? ശരിയല്ല, അങ്ങനെയല്ലേ? ഞാൻ ഒരു സത്യസന്ധമായി ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് മലയ്ക്ക് പോയി. അവിടെ ശബരിമലയിലെത്തിയപ്പോ അയ്യപ്പ സ്വാമി കണ്ടു എന്ന് വിചാരിക്കുക. പേര് ഭാസ്കരൻ. എവിടുന്നാ വരുന്ന? പെരുമ്പാവൂരിന്ന്. എത്ര വർഷമായി ഭാസ്കര വരുന്നു? സ്വാമി 40 വർഷമായി മുടങ്ങാതെ വരുന്നുണ്ട് അങ്ങേ കാണാൻ. എന്നാ ഭാസ്കര, നിനക്ക് ഞാൻ മോക്ഷം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭാസ്കരൻ പറഞ്ഞു, അയ്യപ്പ സ്വാമി ഒരു നിമിഷം. ഭാസ്കരൻ ഫോൺ എടുത്തിട്ട് ഭാര്യയെ വിളിച്ചു. എടി, എനിക്കിങ്ങനെ മോക്ഷം തരാൻ പോകുന്നു അയ്യപ്പ സ്വാമി. നിങ്ങൾ എന്താ ഭർത്താവിനോട് പറയാ? സത്യമേ പറയവേ, സത്യമേ പറയാം. എന്താ ഭർത്താവിനോട് പറയാ? വാങ്ങിച്ചോളൂ എന്ന് പറയോ? എനിക്ക് കേൾക്കണില്ല. വാങ്ങിച്ചോളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ അയാൾ പോയി കിട്ടിയല്ലോ എന്ന്. അങ്ങനെയല്ലേ ആൾക്കാർ കാണുക? അല്ലെ, അങ്ങനെയല്ലേ ആൾക്കാർ കാണുക? അവളെ നോക്കുക, ഭർത്താവിന് മോക്ഷം കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി അതല്ലെങ്കിൽ എന്താ പറയാ? ആണല്ലേ മനുഷ്യ മോക്ഷത്തിന് പോയിരിക്കണം, ഇവിടെ കുടുംബത്തിൽ 100 കാര്യങ്ങളുണ്ട്. ആ മനുഷ്യൻ പിന്നെന്താ അറിയോ? അയ്യപ്പസ്വാമിയെ കാണാതെ അപ്പുറത്തുകൂടെ പോരും. മോക്ഷം കിട്ടിയ അപകടമാണ്. അല്ല, നമ്മൾ തെറ്റു മനസ്സിലാക്കി വെച്ചു. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്തോ മരിച്ച്. മരണവും മോക്ഷവും തമ്മിൽ യാതൊരു ബന്ധമില്ല, മനസ്സിലാക്കിക്കോളൂ. മരണവും മോക്ഷവും തമ്മിൽ യാതൊരു ബന്ധമില്ല. മോക്ഷം എന്നാൽ അതിന്റെ അർത്ഥം, മറ്റൊരർത്ഥം ജീവൻ മുക്തി എന്നാണ്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ മരിച്ചു പോലല്ല, ദുഃഖ നിവൃത്തി എന്നാണ് അർത്ഥം. എന്താണ്? ദുഃഖങ്ങളിൽ നിന്ന് നിവൃത്തരാവുന്നതിന്റെ പേരാണ് ഏത്? മോക്ഷം. മോഹക്ഷയം. മോഹം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ മോഹം എന്നുള്ളതിന് ദുഃഖം എന്നാണ്. അതിൽ നിന്ന് ക്ഷയം, അതിന് ക്ഷയം സംഭവിക്കുക. മോഹം ക്ഷയേതി ഇത് മോക്ഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദുഃഖത്തിൽ നിന്നും മനസ്സ് മറികടക്കുന്നതിന്റെ പേരാണ് മോക്ഷം. അപ്പൊ അതിനത്രയും നാമം ജപിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാൾക്കേ ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ആർക്ക് നേടാം? അപ്പൊ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാ സ്വാമി? നാമജപത്തെയാണ് സ്വാമിയായി കാണേണ്ടത്. ആരെയാണ്? നാമത്തിലൂടെ ശരിക്കുള്ള സ്വാമി പിന്നെ നിങ്ങൾ ഉള്ളിൽ കാണും. ഉള്ളിൽ സ്വാമിയെ നിങ്ങളെല്ലാവരും ആത്മദർശനം വരും. എപ്പോൾ? നാമം ജപിച്ച് ഉൾക്കണ്ണ് തുറക്കുന്നു. അതുവരെ നമുക്ക് സ്വാമിയെ കാണാൻ പറ്റില്ല. ഉൾക്കണ്ണ് തുറക്കുന്ന ഒരു ദിവസം ആരെ കാണും? ഉള്ളിൽ ആത്മാസ്വരൂപത്തെ കാണും. യമൈവേഷ വൃണതേ തേന ലഭ്യഃ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം. ഇത് യമരാജാവ് 5 വയസ്സുള്ള കുട്ടിയായ നചികേതസിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉള്ളിൽ കണ്ണു തുറക്കുമ്പോൾ നിനക്ക് യം യേഷ വൃണതേ തേന ലഭ്യഃ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം. അന്ന് നിനക്ക് ഉള്ളിലുള്ള ദേവനെ കാണാൻ സാധിക്കുന്നതാണ്. അതിന് നിന്റെ മനസ്സിനെ നീ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ പരാന്നിഭൂതത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യ ദുർഗം പതസ്ഥൽ കവയോ വദന്തി. ഇതൊക്കെ കഠോപനിഷത്താണ്. യമരാജാവ് 5 വയസ്സുള്ള കുട്ടി നചികേതസിനോട് പറഞ്ഞു, ഉത്തിഷ്ഠത ജാഗ്രത, നല്ലവണ്ണം നീ ദിവസവും
കാലത്തെണീറ്റ് ജാഗ്രതയോടെ ബോധത്തോടെ ജപിക്കണം. അപ്പൊ നിനക്ക് എന്ത് കിട്ടും? തിഷ്ഠതാ ജാഗ്രത പ്രാപ്യപരനിബോധത ക്ഷുരസ്യധാര നിശിതാ ദുരത്യാ ദുർഗം പ്രതസ്തകവയോ വദന്തി. മനസ്സിലാവുണ്ട് നിനക്ക്? ജീവിതം പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. എന്താണ് ജീവിതം? ഉറക്കെ പറയണ എല്ലാവരും. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. ഇവിടെ ആർക്കു വേണ്ടിയും കരഞ്ഞോ വിഷമിച്ചോ ദുഃഖിച്ചോ ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ. അതിന് ഉത്തിഷ്ഠത ജാഗ്രത, കാലത്ത് എണീക്കണം, ജപിക്കണം, മെനക്കെടണം, പണിയെടുക്കണം. ജീവിതം മാറ്റിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഇഹൈവ പ്രാക് ശരീര വിമോക്ഷണാൻ, ഈ ശരീരം വിടുന്നതിന് മുമ്പ് മോക്ഷം ലഭ്യതേ. എന്ത് കിട്ടും? ഏത് കിട്ടും? മോക്ഷം. ഈ ശരീരം പോകുന്നതിന് മുമ്പ് പ്രാക് ശരീര വിമോക്ഷണാൻ. പ്രാക് എന്ന് പറഞ്ഞാൽ മുമ്പ്, ശരീര ഈ ശരീരം വിടുന്നതിന് മുമ്പ്. ഇഹൈവ, ഇഹ ആണ് ഇവിടെ. മോക്ഷം ലഭ്യതേ, മോക്ഷം കിട്ടും. വേണോ? പണിയെടുക്കണം, മെനക്കെടണം, തിരി ബുദ്ധിമുട്ടണം, എളുപ്പത്തിൽ കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും മോക്ഷത്തിന് യോഗ്യരാണ്. പക്ഷേ പണിയെടുക്കുന്നവർക്ക് കിട്ടും, അല്ലാത്തവര് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീചടരേശയനം. വീണ്ടും ജനിക്കണം, വീണ്ടും കടന്നു പോണം. ഏത് കാലം വരെ? പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ. ആരാ തീരുമാനിക്കുന്നത് ഇതെല്ലാം? എങ്ങനെയാവണം ജീവിതം എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഭഗവാനാണോ? നിങ്ങളാണോ? പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കല്ലേ, അല്ലേ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താലല്ലോ എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യത്തിലാണ്. ഇതിനെ ഞാൻ തന്നെ വേണം ഉയർത്തി എടുക്കാൻ.